ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വീട്ടിൽ റവ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം എന്താ ചായക്ക് ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ചിന്തിച്ച് നിൽക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കിടിലൻ സ്നാക്കാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് റവയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇനി നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ആ ഒരു തരിതരികൾ പോലെ ഉണ്ടാവുമല്ലോ റവക്ക്, അതൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ റവ പൊടിച്ചതിന് ശേഷം ഇതേ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം പുളിപ്പുള്ള തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ വെള്ളം കൂടി സെയിം കപ്പ് അളവിൽ തന്നെ ചേർക്കാം കേട്ടോ, എല്ലാ ഇൻഗ്രീഡിയൻസും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നമുക്കിനി ഈ റവ ഒരു 15 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഈ ഒരു തൈരും വെള്ളത്തിലൊക്കെ കിടന്നിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണ്ടി അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റാണ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, നമ്മുടെ റവ നേരത്തെ പോലെ ഒന്നല്ലല്ലോ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് റവ വലിച്ചെടുത്തൊന്ന് കുതിർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു വലുപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ വടക്കൊക്കെ കട്ട് ചെയ്യുമല്ലോ, അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 മീഡിയം വലുപ്പമുള്ള സൈസ് ഉരുളക്കിഴങ്ങ്, കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ഇത്. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 ഇഞ്ച് സൈസുള്ള വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ട് അതും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, എല്ലാം പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കാൻ നോക്കണേ. ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമാണ് കേട്ടോ, ബേക്കിംഗ് പൗഡർ ആയി പോകരുത്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതുപോലെ നന്നായിട്ടൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 1-2 സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അഥവാ ഓവർ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ 1 സ്പൂണൊക്കെ റവ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഉപ്പൊന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചാൽ, കാരണം ഓരോരുത്തർ എടുക്കുന്ന റവയും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവിൽ, വലിച്ചെടുക്കുന്ന അളവിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ടൊക്കെ മിക്സ് ആക്കിയിട്ട്, എൻ്റെ ഇതിപ്പം പാകമാണ് കേട്ടോ. ആ ഒരു വെള്ളവും എല്ലാം കൂടി കറക്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ കയ്യിലെടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് നമ്മൾ നുള്ളിയിടുമല്ലോ, അതുപോലെ ഒന്ന് നുള്ളിയിട്ട് നോക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് വീഴുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ ലൂസ് ആവാനും പാടില്ല, ഭയങ്കരമായിട്ട് ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. എങ്കിൽ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം നന്നായിട്ട് കിട്ടില്ല. ഈ ഒരു വട എന്ന് വേണ്ടിക്ക് പറയാം കേട്ടോ, ഒരു റവ വട അല്ലെങ്കിൽ റവ നുള്ളിയിട്ടത് എന്ന് വേണ്ടിക്ക് പറയാം. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ കൈ കൊണ്ട് കുറച്ചായിട്ട് കുഞ്ഞു ബോളാക്കിയിട്ട് ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കുക കേട്ടോ. വിരൽ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് എണ്ണയിലേക്ക് പോകും അതിൻ്റെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല, ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതങ്ങ് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഇതാ പെട്ടെന്ന് ഇതുപോലെ ഞാൻ നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ, കാരണം റവയല്ലോ, ഒരുപാട് അങ്ങനെ വേവാൻ ടൈമൊന്നും വേണ്ടല്ലോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡും ഒരുപോലെ നന്നായിട്ട് മൊരിയുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കേട്ടോ, നല്ല ഭംഗിയുള്ള കളറാകുന്ന സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. പ്രത്യേകിച്ചും ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചുട്ടെടുക്കണേ. അങ്ങനെ നമ്മുടെ സ്നാക്ക് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് റവ കൊണ്ട് തന്നെ കണ്ടില്ലേ, പ്ലേറ്റ് നിറയെ സ്നാക്ക് കിട്ടും കേട്ടോ. ഭയങ്കര സിമ്പിളും അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എല്ലാം നമ്മുടെ കിച്ചണിലുള്ള തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഒന്ന് ചായയുടെ കൂടെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ഒരു ഗ്രീൻ ചട്നി ഇല്ല, നമ്മൾ പുതിനയൊക്കെ ഇട്ട് ചെയ്യുന്ന ആ ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ ശരിക്കും പറയാനില്ല കേട്ടോ, വേറെ ലെവലായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്